അതെ, എല്ലാവർക്കും വയറ് ഫുള്ളായിട്ട് നിറഞ്ഞില്ലേ? എല്ലാവർക്കും ഹാപ്പി ആയല്ലോ അല്ലേ? അപ്പൊ ശരി ബേട്ടി, കമോൺ. എല്ലാവർക്കും ഇപ്പൊ കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായി കാണുമല്ലോ അല്ലേ? കാണാം. വാ മോളെ, വാ. ഇവൾ ഇത്രയ്ക്ക് റിസ്ക് എടുക്കണമെങ്കിൽ അതിനകത്ത് എന്തോ ഒരു കാരണമുണ്ട്. സൂര്യയുടെ കാര്യത്തിൽ എന്നേക്കാൾ വലിയ കൺസേൺ പ്രിയയ്ക്ക് തന്നെയായിരിക്കും. സൂര്യയുടെ കാര്യം ഇവളെന്തിനാ നോക്കുന്നത്? എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റൂ. എന്തോ ഒരു രഹസ്യം ജ്യോതി ഒഴിവാക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയുക തന്നെ വേണം. അതറിഞ്ഞിട്ട് വേണം ഇവളുമാര് രണ്ടിനെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടിട്ട് ഈ വീട്ടിലൊരു ശുദ്ധികലശം നടത്താം. ഈ കിടക്കയിൽ നിന്നും ഇനി സൂര്യ എഴുന്നേക്കണമെങ്കിൽ എത്ര നാൾ കഴിയണമെന്നറിയോ? എഴുന്നേക്കുന്നത് പോട്ടെ, ഒന്ന് ചലിക്കണമെങ്കിൽ പോലും പരസഹായം വേണം. മോളെ, എല്ലാ സത്യവും എല്ലാവരും ഒരുപോലെ അല്ല വിശ്വസിക്കുന്നത്. നിനക്കും അതേ സംഭവിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ വിശ്വസിച്ച സത്യത്തെ അല്ല നീ വിശ്വസിച്ചത്. നീ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവിനാശിനെയാണ്, നിന്റെ ചേച്ചിയല്ല. അവൻ എത്രമാത്രം നീചനാണെന്ന് നീ ഈ കിടക്കുന്നവളുടെ ജീവിതം മാത്രം നോക്കിയാൽ മതി. ഇവളെ ഇങ്ങനെ ജീവച്ഛവമാക്കി മാറ്റിയത് അവിനാശ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിനക്കറിയോ, DKക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു പെൺകുട്ടിയായിരുന്നു സൂര്യ. സ്വന്തം അനിയത്തെ പോലെ. ആ ഇവളെ പറ്റിയ അവൻ നിന്നോടില്ലാത്തതൊക്കെ പറഞ്ഞത്. ഇവള് കാരണമാണ് അവിനാശിന്റെ ജീവിതം നശിച്ചെന്ന് പറഞ്ഞത്. എല്ലാം വെറുതെ മോളെ. അവൻ നിന്റെ മുമ്പിൽ അഭിനയിക്കായിരുന്നു, നല്ല ഒന്നാം തരം അഭിനയം. നാളെ ഒരിക്കൽ ഇവളെ പോലെ നീയും ഈ കട്ടിലിൽ ജീവച്ഛവമായി കിടക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല മോളെ. അതെനിക്ക് സഹിക്കില്ല. എനിക്ക് മാത്രമല്ല, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഹൃദയം പൊട്ടിപ്പോവും. നിന്നെ ഞങ്ങള് കൈവെള്ളയിൽ വെച്ച വളർത്തിയത്. നിന്റെ ഭാവി ഇല്ലാതാക്കാൻ അവന് ഞാൻ അനുവദിക്കില്ല. ഒരു വിധത്തിൽ പറഞ്ഞ ഇവളുടെ ഈ അവസ്ഥയ്ക്ക് നീ ഒരു കാരണക്കാരിയാണ്. അതിന്റെ പ്രായശ്ചിത്തമാണെന്ന് വിചാരിച്ചാൽ മതി. ഇന്നു മുതൽ സൂര്യയുടെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം. അവസാനം ഒരു ദിവസം ഇവള് നിന്നോട് പറയും എല്ലാ സത്യവും. അന്ന് നീ ചേച്ചി വിശ്വസിച്ചാൽ മതി. ചേച്ചി, എന്റെ മോളുടെ ജീവിതം എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഒരു അസുരന്റെ കാൽ കീഴിൽ നിന്റെ ജീവിതം ഞെരിഞ്ഞമരാൻ ഈ ചേച്ചി ജീവിച്ചിരിക്കുമ്പോ അനുവദിക്കില്ല. ചേച്ചി വിശ്വാസമില്ലാഞ്ഞിട്ടല്ല ചേച്ചി, ഞാൻ അവനെ അത്രയ്ക്ക് വിശ്വസിച്ചു പോയി. അവനെന്നെ വിശ്വസിപ്പിച്ചു. അതുകൊണ്ടാ ഞാൻ ചേച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി ഒരിക്കലും ഞാൻ അതുപോലെ പറയില്ല. സോറി.
എനിക്ക് എന്റെ ചേച്ചി വിശ്വാസമാ. എന്നോട് പിണങ്ങല്ല ചേച്ചി. ഒരിക്കലും ഇല്ല മോളെ. നീ എന്ത് പറഞ്ഞാലും എനിക്ക് നിന്നോട് പിണങ്ങാൻ കഴിയില്ല. പക്ഷേ ചേച്ചി പറയുന്നത് മോളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മാത്രം നീ മനസ്സിലാക്കണം. ദാ, നീ ഇവളെ ഒന്ന് നോക്ക്. ഇവളുടെ മുഖത്തേക്കൊന്ന് നോക്ക്. ഇവൾ എത്ര സങ്കടം അനുഭവിക്കുന്നുണ്ടാവും. ഇവളുടെ ഈ അവസ്ഥയ്ക്ക് എന്റെ അനിയത്തി കൂടി കാരണക്കാരിയായതിൽ എനിക്ക് വിഷമമുണ്ട് മോളെ. ഈശ്വര ശാപം നിന്റെ മേലെ വരരുതെന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. കണ്ടോ അവളുടെ കണ്ണീര് കണ്ടോ? എന്ത് പറഞ്ഞാലും കരയും. അല്ല, ഒന്നിനും ആവതില്ലല്ലോ ഈ പാവത്തിന്. എനിക്ക് ഉറപ്പുണ്ട് അവൻ കാരണോ ഇതെല്ലാം സംഭവിച്ചത്. ഇവൾ ഈ അവസ്ഥയിലാവാൻ കാരണക്കാരൻ ഞാനല്ല. ഇത്രയും നാളും ഇവളെന്നെ ടോർച്ചർ ചെയ്യാ ഉണ്ടായത്. ഇവള് കാരണം ഞാൻ അനുഭവിച്ച സങ്കടങ്ങൾക്ക് ആര് സമാധാനം പറയും? എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അതിനാ ഇപ്പൊ ഞാൻ ഉത്തരവാദിയാകാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കൂടി മനഃപൂർവ്വം എന്നെ പ്രതിയാക്കാൻ ശ്രമിക്കുക, എന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുക. പ്രിയേ, നീ ഇത് വിശ്വസിക്കരുത്. നിന്റെ ചേച്ചി പറയുന്ന ഒന്നും നീ വിശ്വസിക്കരുത്. ഇത് നമ്മളെ തമ്മിൽ പിരിക്കാൻ വേണ്ടിട്ടാ. മിണ്ടരുത് നീ. നിന്റെ മഹത്വത്തെ പറ്റി ഇവിടെ ആരെയും ബോധ്യപ്പെടുത്താൻ നോക്കണ്ട. എനിക്കറിയാം നീ ആരാണെന്നും നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നും. അത് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നില് ഒരു ദിവസം തെളിയിക്കും ഞാൻ. നോക്കിക്കോ. എനിക്ക് നിന്നോട് നന്ദിയുണ്ട് ജ്യോതി. നീ ഈ ഒരു സഹായമെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തല്ലോ. മനസ്സിലായില്ലല്ലേ? പ്രിയെ എപ്പോഴും എങ്ങനെ കാണുമെന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. നിന്നെ ഒന്ന് നേരിട്ട് കാണണം തോന്നുമ്പോഴൊക്കെ നിന്റെ വീട്ടിലേക്ക് വരാൻ സാധിക്കില്ലല്ലോ. പക്ഷേ ഇപ്പൊ നീ ഞാൻ ഉള്ളിടത്തേക്ക് എന്റെ പ്രിയയെ കൊണ്ടുവന്നു. അതിൽ നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. ഇനി എപ്പോ വേണമെങ്കിലും എനിക്ക് പ്രിയയെ കാണാം, സംസാരിക്കാം. അതിന് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നാവടക്കടാ. നിനക്ക് കാണാനല്ല പ്രിയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്തിനാണെന്ന് പറഞ്ഞ നിന്നെ പോലുള്ള മൃഗങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. എന്റെ അനിയത്തിയുടെ മേൽ നിന്റെ ഒരു ദൃഷ്ടി പതിഞ്ഞാലുണ്ടല്ലോ, നിന്നെ കൊന്നു കൊഴിച്ചു മൂടും ഞാൻ. ഈ കിടക്കുന്നവളുണ്ടല്ലോ, നിന്റെ ഭാര്യ. ഇവളെ ഈ അവസ്ഥയിലാക്കിയിട്ട് നീ ഇനിയും എന്റെ അനിയത്തിക്ക് വേണ്ടി വലവരിക്കാൻ ശ്രമിക്കുന്നു. പ്രിയമോളെ മറ്റൊരു സൂര്യയാക്കി മാറ്റാൻ ഈ ജന്മം ഞാൻ അനുവദിക്കില്ല. നിന്നെ പോലൊരു ദുഷ്ടൻ കൂട്ടുന്ന കാട്ടുതീയിൽ എരിഞ്ഞടങ്ങാനുള്ളവളല്ല എന്റെ അനിയത്തി. ഇവിടെ വച്ച് നീ എന്തെങ്കിലും പ്രിയമോളോട് അപമര്യാദയായി പെരുമാറിയ അന്ന് നിന്റെ അവസാനമായിരിക്കും. ഒന്ന് നീ ഓർത്തോ, ഈ കിടക്കുന്ന സൂര്യ വാ തുറന്ന് സംസാരിക്കുന്ന ഒരു ദിവസം വരും. അന്ന് തീരും നിന്റെ എല്ലാ കളികളും. ഇറങ്ങിപ്പോടാ. കണ്ടില്ലേ പ്രിയെ, നിന്റെ ചേച്ചി എങ്ങനെയാ നമ്മളെ പിരിക്കാൻ ശ്രമിക്കുന്നതെന്ന്. ഇവരെന്തിനാ ഇങ്ങനെ നമ്മളെ ദ്രോഹിക്കുന്നത്? സത്യത്തില് ഇവര് നിന്റെ ചേച്ചി തന്നെയാണോ? ഈ കിടക്കുന്ന സൂര്യയോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല.
ഇവളിനി അബദ്ധത്തിൽ വീണുപോയതാണോ അതോ ഇനി ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ ഒന്നും എനിക്കറിയില്ല. ഇവളെ ഞാൻ എങ്ങനെ നോക്കിയിരുന്നെന്ന് നിനക്കറിയില്ലേ? ഇവളെങ്ങനെയാ എന്നോട് പെരുമാറിയിരുന്നെന്നും നിനക്കറിയാം. പിന്നെന്തിനാ നിന്റെ ചേച്ചി ഇങ്ങനെ നമ്മളെ പിരിക്കാൻ നോക്കുന്നത്? ഒന്ന് 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 പറപ്രിയേ. മിണ്ടിപ്പോരുത്, ഇനി ഒരക്ഷരം മിണ്ടിപ്പോരുത്. ഇറങ്ങിപ്പോടാ, പോകാൻ. മോള് വിഷമിക്കണ്ട. നിന്റെ ജീവിതം അവന്റെ മുമ്പിലേക്ക് ഞാൻ എറിഞ്ഞു കൊടുക്കില്ല. അതെ, എന്താ നിന്റെ ഉദ്ദേശം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല. സൂര്യ നോക്കാൻ ഇനി ആളെ കൂട്ടിക്കൊണ്ടുവരുമോ നീ? ഓ, പ്രിയെ കൊണ്ടുവന്നതിനാണ്. അവളെ ഞാൻ ചുമ്മാ കൂട്ടിക്കൊണ്ടുവന്നതാ. സൂര്യ നോക്കാൻ ഞാൻ തന്നെ മതി. എന്തിനാണ് നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നതെന്ന് മറന്നുപോയോ? മറവി രോഗം എനിക്കല്ല, എന്റെ അച്ഛനാ. ഡേ, അമ്മയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതി ഒരുപാട് ഓവറാക്കല്ലേ. ആദ്യം നീ സൂര്യയെ കൊണ്ടുവന്നു, ഇപ്പോ സൂര്യ നോക്കാനെന്നും പറഞ്ഞ് പ്രിയെ കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പോ പറയുന്നു സൂര്യ നോക്കാൻ നീ തന്നെ മതിയെന്ന്. എങ്കിൽ പിന്നെ എന്തിനാ പ്രിയെ ബുദ്ധിമുട്ടിച്ചത്? സത്യത്തിൽ എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ നിങ്ങളുടെ വീട്ടിലെ സ്ഥിരതാമസത്തിനൊന്നും വന്നതല്ല. എങ്കിൽ പിന്നെ വന്ന കാര്യം കഴിഞ്ഞ് വേഗം ഈ വീട് വിട്ട് പൊയ്ക്കൂടെ? ആ, അതെങ്ങനെയാ? വന്ന കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എന്ത് കാര്യത്തിനും നല്ല മിടുക്ക. ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി നീ കൈ കിടത്തുന്നത് എന്തിനാ? അമരാവതിയിലെ കുടുംബകാര്യങ്ങളിൽ നീ കയറി ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. ദേ, ചെയ്തെടുത്തോളം മതി. അറിഞ്ഞോ അറിയാതെയോ ഒരു ശത്രുവിനെയും സ്വന്തം വീട്ടിൽ സ്ഥിരമായിട്ട് താമസിപ്പിക്കരുതെന്ന പ്രമാണം. ഒന്നുകിൽ ഞാൻ നിന്നെ ചതിച്ച് കല്യാണം കഴിച്ചതാണെന്ന് നീ തെളിയിക്കണം, അല്ലെങ്കിൽ തെറ്റ് നിന്റെ ഭാഗത്താണെന്ന് സമ്മതിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. എന്തായാലും വേഗം വേണം. നിനക്ക് ഞാൻ 1 മാസം സമയം തരും. അതിനകത്ത് നടന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. ദേ, അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു കരുതി കൂടുതൽ അഹങ്കരിക്കരുത്. ഉറച്ച ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മ എനിക്കെതിരെ നിൽക്കില്ല. എനിക്കിനി നിന്നെ സഹിക്കാൻ പറ്റില്ല. ദേ, എപ്പോഴാ നീ തിരിച്ചു പോകുന്നത്? എനിക്ക് ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ പൊയ്ക്കൂടെ? അങ്ങനെ വെറുതെ ഒന്നും ഞാൻ ഇറങ്ങിപ്പോവില്ല. നിങ്ങളാണ് തെറ്റ് ചെയ്തതെന്ന് തെളിയിച്ചിട്ടേ ഞാൻ പോവൂ. എങ്കിൽ തെളിയിക്കേ. അതിന് തെളിവ് കിട്ടണ്ടേ? അത് കിട്ടട്ടെ. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. നിങ്ങളുടെ അപമാനം സഹിച്ചിട്ട് ഞാനിവിടെ നിൽക്കുന്നതേ ആ തെളിവ് കിട്ടാൻ വേണ്ടി തന്നെയാ. നിന്റെ സംശയത്തിന്റെ കണ്ണുകൾ
ഇനി എന്റെ നേരെ വരരുത്. മടുത്തു ഞാൻ. 1 മാസം, അത് തീരുന്ന ദിവസം നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കി ഗേറ്റ് അടയ്ക്കും. മൈൻഡ് ഇറ്റ്. ഇതെന്താ ഈ 1 മാസത്തിന്റെ കണക്ക്? ഈ 1 മാസം കൊണ്ട് സൂര്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? ഈശ്വര, സമയം കുറച്ചേ ഉള്ളൂ. അതിനകം എല്ലാം തെളിയിക്കണം. ആ അവിനാശ് കുറ്റക്കാരനാണെന്ന് തെളിയിച്ചില്ലെങ്കിൽ പ്രിയമോൾ അവനെ കല്യാണം കഴിക്കും. എന്റെ കണ്ണാ, ഈ 1 മാസം കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ നീ എന്നെ സഹായിക്കില്ലേ? എന്താടി, പലായനത്തിനുള്ള സമയമായോ? മനസ്സിലായില്ലേ? ഡിക്ക് നിന്നോട് കടക്കപ്പുറത്തെന്ന് പറയാൻ സമയമായോന്ന്. ഓ, ഞാനിവിടുന്ന് പടിയിറങ്ങി പോകുന്നത് ആഘോഷിക്കാൻ കാത്തിരിക്കായിരുന്നു നീ. പിന്നെ അല്ലാതെ, ആഘോഷങ്ങളെല്ലാം നടക്കുന്നത് നല്ല മുഹൂർത്തത്തിലല്ലേ? നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിമിഷമാണ് ഇപ്പോ അമരാവതിയിലെ ഏറ്റവും നല്ല മുഹൂർത്തം. മുകളിൽ DK നിന്നെ ഫയർ ചെയ്യുന്നത് കേട്ടപ്പോ ഞാൻ കരുതി ആ മുഹൂർത്തം ഇന്ന് തന്നെ ഉണ്ടെന്ന്. നന്നായിട്ട് പ്രാർത്ഥിച്ചോ നീ, ചെലപ്പോ നടക്കും. നിന്റെ വീട്ടിലെ ഓരോരുത്തരെയായി ഇവിടെ നീ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തിനാടി? ഇവിടെ നിന്നെ സപ്പോർട്ട് ചെയ്യാനാണോ? സൂര്യയെ നോക്കാൻ എന്ന പേരില് നിന്റെ അനിയത്തിയെ കൊണ്ടുവന്നു. ഇനി നിന്റെ അച്ഛനും അമ്മയും കൂടി വീടടച്ചിങ്ങ് പോന്ന എല്ലാമായി. ഏയ്, എന്താടി നീ മറുപടി പറയാതെ പോകുന്നത്? സാധാരണ എന്തെങ്കിലും പറഞ്ഞാ തിരിച്ച് അതിനിരട്ടി പറയുന്നതാണല്ലോ നിന്റെ പതിവ്. അതോ എന്നെ അവഗണിക്കാനാണോ നിന്റെ ഉദ്ദേശം? അതെ, എനിക്ക് പരിഗണിക്കാൻ വേണ്ടിയുള്ള വലിപ്പമൊന്നും നിനക്കില്ല മായേ. അതുകൊണ്ടാ അവഗണിച്ചത്. നിന്റെ ഈ അമിതമായ കുടുംബസ്നേഹം കാണുമ്പോ എനിക്ക് സത്യത്തിൽ ചിരിയാ വരുന്നത്. അത്രയ്ക്ക് ചിരിക്കാൻ എന്താ ഇവിടെ ഇപ്പൊ ഉണ്ടായത്? നീ ഒരു മണ്ടിയ, വെറും മരമണ്ടി. മായേ, പുലർച്ചെ കൂവുന്ന എല്ലാ പൂവൻകോഴികൾക്കും ഒരു വിചാരമുണ്ട്. നേരം പുലരുന്നത് താൻ കൂവിക്കൊണ്ടാണെന്ന്. പക്ഷേ ഒരു ദിവസം ഈ പൂവൻകോഴികളൊന്നും കൂവിയില്ലെങ്കിലും നേരം പുലർന്നോളൂന്ന് ആ പാവങ്ങൾക്ക് അറിഞ്ഞൂടാ. നീയും അതുപോലെയാ. ഈ അമരാവതി നിലനിൽക്കുന്നത് നീ കാരണമാണെന്നാണ് നിന്റെ വിചാരം. പക്ഷെ അത് തെറ്റാ. നിനക്ക് ഈ വീടിന്റെ അധികാരത്തോടാണ് ഭ്രമം. എന്റെ മേൽ നിനക്കുള്ളതേ വെറും വിരോധമല്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. അത് തന്നെയാണ് നിനക്ക് എന്റെ കുടുംബത്തിനോടും ഉള്ളത്. ഈ കുടുംബത്തിലെ മക്കളെയും മരുമക്കളെയും തമ്മിൽ പിരിക്കാൻ നോക്കിയതാരാ? നീയല്ലേ? ചിത്രയോടും താരയോടും മാറി മാറി നീ ചെവിയിൽ ഓതിക്കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ചു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലെന്നാണോ നിന്റെ വിചാരം? ആ, വിഭജിച്ച് ഭരിക്കാനുള്ള നിന്റെ ഈ തന്ത്രം കൊള്ളാം. ഇതാണോ നിന്റെ വീട് ഭരിക്കാനുള്ള സാമർഥ്യം? ഇങ്ങനെയാണോ നീ ഈ കുടുംബത്തെ ഒരുമിച്ച് നിർത്തുന്നേ? അനാവശ്യം പറയരുത് മായേ. എന്നെ കൊണ്ട് ഇതുപോലുള്ള വൃത്തികേടുകളൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ശരിയാ. പക്ഷെ എന്നോടുള്ള പക കൊണ്ട് നീ ഈ കുടുംബത്തെ തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ചത് മഹാ അപരാധമായി പോയി. നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്നെ എതിർക്കുമ്പോഴും നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം നീ ഈ വീട്ടിലെ 3 പേരിൽ ആദ്യം വന്ന മരുമകളാ. നീ പറയുന്ന വാക്ക് സത്യമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത് വളരെ ചീപ്പായി പോയി.
ശത്രുവിനെ പോലെ നീ എന്നോട് പെരുമാറുമ്പോഴും നിനക്ക് ഞാൻ എന്റെ മനസ്സിലൊരു സ്ഥാനം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നിനക്കുള്ള സ്ഥാനം വളരെ താഴെയായിപ്പോയി.